ഒരു പരസ്പരം അങ്ങനത്തെ ഒരു ടോണ്. ഇപ്പൊ നമ്മളിപ്പോ പോയി ചെന്ന് പറയുമ്പോഴേ അതേ ചളി വരുന്നുണ്ട് ഇവര് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചിരിക്കുവാണ് പറഞ്ഞു വെച്ചു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവർക്ക്. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്. സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകൾ. അത് കുഴപ്പമില്ല, നോക്കണല്ലോ മാറി വരും, കുഴപ്പമില്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ഒന്ന് നമ്മളെ പർച്ചേസ് ചെയ്യും, അപ്പൊ നമ്മുടെ വാല്യൂ വേറി പോകും. ഇവരിൽ നിന്ന് പഠിച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് എന്താണ് ലിസ്റ്റിൻ ചേട്ടാ? ഒന്നും ഓർമ്മയില്ല ഇംഗ്ലീഷ് പറയുന്നത്. ഈ ഡിജോയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇവരുടെ സൗഹൃദമൊക്കെ ഈ സിനിമയിലൂടെയാണ് ഞാൻ അറിയുന്നത്. അല്ല, എന്നാലും കുറെ കാലം ഞാൻ പഠിച്ച നോ കേട്ടോ പുള്ളി കേട്ടേക്കുന്നത്. നോ നോ. മക്കളുടെ കരച്ചിൽ കാണുമ്പോൾ പല കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഉണ്ടാവുമല്ലോ. ഉണ്ട്, മൂന്നാളും ഉണ്ട്. എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ, പലപ്പോഴും ചില സമയങ്ങളിൽ. ഏതെങ്കിലും ഒരു സമയം തോന്നാറുണ്ട്. എനിക്ക് അഭിമാനമല്ലോ, എനിക്ക് അത്ഭുതമാണ്. എനിക്ക് ലിസ്റ്റിന്റെ എനിക്ക് അത്ഭുതമാണ്. അത് എനിക്ക് തന്നെയല്ല, എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോ അവർക്ക് തന്നെ എന്നോട് ഒരു അത്ഭുതം, ഇതിനെങ്ങനെയാണോ ഇങ്ങനെയെന്നുള്ളൊരു ഒരു അതാണ് പറഞ്ഞു. അല്ല, എനിക്ക് അഭിമാനം ചിലപ്പോ തോന്നാറുണ്ട്. ഒരു ഇൻസിഡന്റ് ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏട് ഉണ്ടോ? അത് അഭിമാനം തോന്നിയ ഒരു സിറ്റുവേഷൻ പറയാമോ? അതിപ്പം പ്രോഗ്രസ് കാർഡൊക്കെ എടുത്തോണ്ട് അല്ല, ഇപ്പൊ നമ്മുടെ ആദ്യ സിനിമയിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കയ്യടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു അഭിമാനം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ നമ്മളൊരു ഹിന്ദി സിനിമ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫി എന്ന് പറഞ്ഞ അക്ഷയ് കുമാർ സാർ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോംബെയിൽ മീറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രാം തീയതി ആകുമ്പോൾ ഇത്ര കോടി രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് പാർട്ട്ണറുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ട്ണറും ഞാനും കൂടെ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് എത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ ഈ പാർട്ട്ണർ ഏതോ ഭയങ്കര $multi-billion കോർപ്പറേറ്റ്. കാരണം ഇവര് ഇങ്ങനെ കൃത്യസമയത്ത് പരിപാടി ഇങ്ങനെ അല്ല. ഒടുവിൽ ഞാൻ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാർട്ട്ണർ അതുകൊണ്ട് എന്നോട് ബോംബെക്ക് വരാൻ പറഞ്ഞാലും ഞാൻ ബോംബെക്ക് ഞാൻ പറഞ്ഞു ലിസ്റ്റിന്, ഞാനവിടെ ആഡിയോത്തിന്റെ ഷൂട്ടിംഗ് ആകുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ലൊക്കേഷനിൽ താനെ ലാൻഡ് ചെയ്യണം. ഞാനാണ് എനിക്ക് എല്ലാവരുടെ റിയാക്ഷൻ എന്നിട്ട്. കാരണം അവർ സത്യം വിചാരിച്ചിരിക്കുന്നത് എന്തോ ഭയങ്കര വല്ല ഇതൊരു കോർപ്പറേറ്റ് പരിപാടി നമ്മളെ ബാക്ക് ചെയ്യുന്നുള്ളതാണ്. അല്ല, എനിക്കൊരു അഭിമാനം തോന്നിയ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും രാജുവായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ, രാജു പോലും ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതെ, ഫസ്റ്റ് പടത്തിന് ഞാൻ രാജുവായിട്ട് ചെയ്യാൻ